السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞു. ഇനി അതിനു വേണ്ടി ധൃതിപ്പെടേണ്ട. ഈ ജനം പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെയും അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധനും അത്യുന്നതനും ആകുന്നു. സൂറത്തുൻ നഹൽ. അന്നഹൽ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തേനീച്ച എന്നാണ്. ഈ സൂറത്തിൽ ഒരായത്തിൽ ആ പദം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഈ പേര് നൽകിയത്. അനുഗ്രഹങ്ങളുടെ സൂറത്ത് എന്നും ഇതിനെപ്പറ്റി പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനം അത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വന്നു കഴിഞ്ഞു എന്നാണ്. അത്രയും ഉറപ്പായ ഒരു കാര്യമാണ് എന്ന് ധരിപ്പിക്കാനാണിത്. സത്യനിഷേധികളായ ഖുറൈശികളുടെ ധിക്കാരവും ദുർവൃത്തിയും അതിരുകവിഞ്ഞിരിക്കുന്നതിനാൽ തീരുമാനമെടുക്കാൻ ആ സമയം ഇതാ അടുത്തെത്തിയിരിക്കാം. സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ വെല്ലുവിളിച്ചിരുന്നു. നീ ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ് ഇനിയും വന്ന് കാണാത്തത്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് തങ്ങളുടെ ശിർക്കൻ മതാചാരങ്ങളാണ്. സത്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ അള്ളാഹുവിൻ്റെ പേരിൽ ഒരു പുതിയ മതം പ്രചരിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് അനുമതി ലഭിച്ചിട്ടില്ല എന്നിങ്ങനെയുള്ള ചിന്താഗതികളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഞങ്ങൾ അള്ളാഹുവിനാൽ കൈയൊഴിക്കപ്പെട്ടവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനുമായിരുന്നിട്ടും ഞങ്ങൾ അദ്ദേഹത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങളുടെ പേരിൽ ഒരാപത്തും സംഭവിക്കുന്നില്ലല്ലോ എന്നതായിരുന്നു അവർ ഇതിന് തെളിവായി പറഞ്ഞ കാര്യം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ തീരുമാനം പ്രഖ്യാപിച്ച ഉടനെ തന്നെ ആ തീരുമാനം നടപ്പിലാക്കാൻ താമസിച്ചതിന് കാരണം നിങ്ങൾ ധരിച്ചു വെച്ചതല്ലെന്നും അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനും ഉന്നതനുമാണെന്ന് അവനൊരു പങ്കുകാരനുമില്ലെന്നും ഇവിടെ വ്യക്തമാക്കുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ആ ജനങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ധൃതിയിൽ വന്നു ഭവിക്കാനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരിക്കുന്നതനുസരിച്ച് അതില്ലാതാക്കാനോ ആർക്കും കഴിയില്ല. അള്ളാഹു അവൻ്റെ യുക്തി അനുസരിച്ച് എല്ലാത്തിനും ഓരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി വന്നു കഴിഞ്ഞാൽ അത് മുന്നോട്ടോ പിന്നോട്ടോ പോവുകയില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.